വിവാദങ്ങളുടെ തോഴനാണ് രാഹുൽ ഈശ്വർ. എന്നാൽ ആരാണ് ഈ രാഹുൽ ഈശ്വർ? ഒരു പുരുഷ ആക്ടിവിസ്റ്റ് മാത്രമാണോ? അതോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥി മാത്രമാണോ? അതുമാത്രമല്ല, അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത ഗാന്ധിയനാണോ? സെൻട്രൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോ ഹിന്ദുവാണോ? നമുക്കതിനെക്കാട്ടിലും ഏറെ ചിലപ്പോൾ രാഹുലിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് ശബരിമല പ്രക്ഷോഭമാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ മാങ്കൂട്ടത്തിനായി വാദിച്ചപ്പോൾ ജയിലിലായ ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലാകുമ്പോൾ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം, അത് ശ്രദ്ധേയമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് കൂടി നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ അതൊന്ന് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: രാഹുൽ ഈശ്വർ സ്വയം വരുത്തി വെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടായത്. മാങ്കൂട്ടത്തിൽ കേസിൽ അദ്ദേഹം പറയുന്നത് മര്യാദകേടാണ് എന്ന് 3 ചർച്ചകളിലെങ്കിലും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് പണിക്കർ കുറിക്കുന്നു. ഞാനും കൂടി പങ്കെടുത്ത 24 ന്യൂസ് ചർച്ചയിൽ താൻ പറയുന്ന വാക്കുകൾ തെറ്റെങ്കിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഈ രാഹുൽ ഈശ്വർ. അരുതാത്തത് പറയരുത് എന്നും മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ പരാതിക്കാരിയെ അപമാനിക്കേണ്ടതില്ല എന്നും ആ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് പണിക്കർ പറയുന്നുണ്ട്. എന്നിട്ടും അവരെ അപമാനിക്കുന്ന വാക്കുകൾ ആവർത്തിച്ചപ്പോൾ അവതാരകനോട് ഇത് അനുവദിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. രാഹുൽ ഈശ്വർ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ അവതാരകൻ അദ്ദേഹത്തിന്റെ അവസരം നിഷേധിക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ രാഹുൽ ഈശ്വർ തലേ ദിവസം 24 ന്യൂസിൽ പറഞ്ഞ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് അടുത്ത ന്യൂസ് 18 ചർച്ചയിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിനൊപ്പം പരാതിക്കാരിയെ അപമാനിക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നതാണ്. പിന്നീട് അത് അദ്ദേഹം നിരന്തരം ആവർത്തിക്കുക കൂടി ചെയ്തു. മാങ്കൂട്ടത്തിൽ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടില്ലാത്ത വിചിത്രവാദങ്ങൾ രാഹുൽ ഈശ്വറിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അതായത് വിവാഹ സ്റ്റാറ്റസ് മറച്ചുവെച്ച് പരാതിക്കാരി മാങ്കൂട്ടത്തിനെ ചതിച്ചെന്നൊക്കെയുള്ള വാദം ഈ ജാമ്യാപേക്ഷ പുറത്തായപ്പോൾ പൊളിഞ്ഞു എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിലടക്കം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് രാഹുലിന്റെ പിന്നീടുള്ള ഇടപെടലുകൾ ഉണ്ടായതും ഇപ്പോൾ അത് അറസ്റ്റിൽ എത്തി നിൽക്കുന്നതും. തിരുത്താൻ അവസരം ഒരുപാട് ലഭിച്ചിട്ടും പരാതിക്കാരിയുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന് സത്യത്തിൽ ഒരു ന്യായീകരണവും ഇല്ല എന്ന് പറയട്ടെ. ന്യൂസ് 18 ചാനലിൽ അവതാരകൻ തന്നോട് ചോദിച്ചിരുന്നു, അതായത് ശ്രീജിത്ത് പണിക്കരോട് ചോദിച്ചിരുന്നു, രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യതയുടെ കാരണം എന്താണ് എന്ന്. അതിന് ഞാൻ പറഞ്ഞ മറുപടി, മാന്യമായ എന്ത് വസ്ത്രം ധരിക്കുവാനും വ്യക്തികൾക്ക് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു സിനിമാ നടിയെ ഒരു ബിസിനസ്സുകാരൻ അവഹേളിച്ചപ്പോൾ ആ നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം ആ ബിസിനസ്സുകാരനൊപ്പം നിൽക്കാനും ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ആ നടിയെ നിരന്തരം ഓഡിറ്റ് ചെയ്യാനും ശ്രമിച്ച രാഹുൽ ഈശ്വറിനെ ന്യായീകരിക്കാൻ അന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആ സ്വീകാര്യതയ്ക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളൂ: ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിയാത്ത വിഡ്ഢികൾ ഈ നാട്ടിൽ ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പണിക്കർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിഡ്ഢികളുടെ കൂട്ടത്തിലുള്ള ഒരു വിഡ്ഢിയാണ് ഇത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇതിനു മുമ്പും വാവിട്ട വാക്കും അതിന് കടന്ന ആവേശവുമൊക്കെ രാഹുൽ ഈശ്വറിനെ കുഴിച്ച കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്റെ ആരാധക വൃന്ദത്തിന്റെ പിന്തുണയിൽ മതിമറന്ന് രാഹുൽ വിളിച്ചു പറയുന്ന പലതും അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ റിമാൻഡിലായപ്പോൾ താൻ ജയിലിൽ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ ജയിലിൽ ആഹാരം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ചാനൽ ചർച്ചയിൽ സ്ഥിരം മുഖമായി മാറിയ രാഹുൽ ഈശ്വർ ഒളിവിൽ പോയ MLA-ക്കായിട്ട് ശക്തിയുക്തം ബാധിക്കുകയും ആ ആളുടെ പേരിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു വട്ടം രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരുന്നു. അത് ഈ ശബരിമല യുവതീ പ്രവേശന വിധിക്ക് പിന്നാലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഹുൽ ഈശ്വർ ചോര ചീന്താൻ പോലും പദ്ധതിയിട്ടു എന്ന് വെളിപ്പെടുത്തി വിവാദം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ വാർത്തകളിലൊക്കെ അത് നിറഞ്ഞു നിന്നത്. ശബരിമല തന്ത്രി കുടുംബാംഗമായിട്ടുള്ള, അല്ലെങ്കിൽ ശബരിമലയുടെ തന്ത്രി കുടുംബം എന്നറിയപ്പെടുന്ന താഴമൺ മഠാംഗം കൂടിയാണ്
ഈ രാഹുൽ ഈശ്വർ പ്രമുഖ ചാനൽ ചർച്ചാ പാനലിസ്റ്റ് എന്ന നിലയിലും ശ്രദ്ധേയനായിട്ടുള്ള രാഹുൽ ഈശ്വർ പലപ്പോഴും സഞ്ചരിക്കുന്നതൊക്കെ വിവാദങ്ങൾക്കൊപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 വകുപ്പ്, അതായത് കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട് പ്രകോപനം സൃഷ്ടിക്കൽ, അങ്ങനെ 153 വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെ 2018 ഒക്ടോബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ശബരിമലയിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് രാഹുൽ ഈശ്വറായിരുന്നു മുൻനിരയിൽ നിന്നത്. അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് എന്ന നിലയിൽ വിധി നടപ്പാക്കുന്നത് തടയാനായിട്ട് ഒരു അടിയന്തര പദ്ധതി തങ്ങൾക്കുണ്ടായിരുന്നതായിട്ട് രാഹുൽ ഈശ്വർ അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിലക്കേർപ്പെടുത്തിയ പ്രായപരിധിയിലുള്ള ഏതെങ്കിലും യുവതി സന്നിധാനത്തെത്തിയാൽ ക്ഷേത്ര പരിസരത്ത് ചില ഭക്തരെ കൊണ്ട് ചോര ചിന്തിച്ച് ക്ഷേത്രം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കുന്നതിനുള്ള ഒരു രഹസ്യ പദ്ധതി തങ്ങൾക്കുണ്ടായിരുന്നു എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ അന്നത്തെ വിവാദപരമായിട്ടുള്ള വെളിപ്പെടുത്തൽ. അങ്ങനെയൊക്കെ പല വിവാദങ്ങളിലും പുള്ളിപ്പെട്ടിട്ടുണ്ട്. ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് 2018 ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് ഈ വിവാദമായിട്ടുള്ള ശബരിമല വിഷയവുമായിട്ട്, സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ. പല വിവാദങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതിനു മുമ്പ് ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. സത്യത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയപ്പെടുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രാഹുൽ ഈശ്വർ. നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ അദ്ദേഹം ഒരു ഗാന്ധിയനാണ്, സെൻട്രറായിട്ടാണ്, പ്രോ ഹിന്ദുവാണ്, പ്രോ ക്രിസ്ത്യനാണ്, പ്രോ മുസ്ലിമാണ്, പ്രോ ഇന്ത്യയാണ്, അഭിമാനമുള്ള ഹിന്ദു എന്നിങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ പറയുന്നത്. ശബരിമല പ്രക്ഷോഭത്തിൽ ശബരിമലയെ രക്ഷിക്കാനും ഹിന്ദുക്കളെ രക്ഷിക്കാനുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണ അഭ്യർത്ഥിച്ച രാഹുൽ ഈശ്വർ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകിയതിന് BJP, RSS, അമിത്ഷാ എന്നിവരോട് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആക്ടിവിസ്റ്റ് എന്ന പേരിലാണ് രാഹുൽ ഈശ്വർ ദേശീയ മാധ്യമങ്ങളിലൊക്കെ മുൻപ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് എങ്കിൽ അടുത്ത കാലത്തായി അദ്ദേഹം കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസത്തെ രാഹുലിന്റെ അറസ്റ്റ് മുതൽ ഈ വാക്ക് വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുകയാണ്. ഇപ്പോൾ കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തതോടുകൂടി സൈബർ അടുത്തൊക്കെ ട്രോൾ പൂരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇന്നലെ സാറേ എനിക്ക് 7 മണിക്ക് ചർച്ചയുണ്ട്, എന്നെ ഒന്ന് വിടാമോ എന്ന് ചോദിച്ചു പോയ ആൾ ഇന്ന് ജയിൽ പോലീസുകാരോട്, സാറേ എനിക്ക് ജയിലിൽ ഒരു 30 സെക്കൻഡ് തരുമോ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടിയില്ല, പകരം രാഹുൽ ഈശ്വറിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ചരിത്രത്തിൽ ആദ്യമായി മറ്റൊരാൾ ഉണ്ടാക്കിയ ഗർഭക്കേസിൽ അതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തൻ അകത്തായി. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ ട്രോളിക്കൊല്ലുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരുന്ന ചില സംവിധാനങ്ങളാണ്, സംഭവങ്ങളാണ്, ട്രോളുകളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പലതരത്തിലുള്ള കമന്റുകൾ അടക്കം പുറത്തു വരുമ്പോഴും രാഹുൽ ഈശ്വർ ഇടപെട്ട ചില കേസുകളുമായി ബന്ധപ്പെട്ട് ശബരിമല വിവാദത്തിന് മുൻപും രാഹുൽ ഈശ്വർ ശ്രദ്ധേയമായിട്ടുള്ള വാർത്തകൾ ഇടം നേടിയിട്ടുണ്ട്. അഖില അശോകൻ എന്നറിയപ്പെടുന്ന ഹാദിയയുടെ മാതാപിതാക്കളുടെ അവരുടെ അനുമതിയോടുകൂടി അവരുമായിട്ട് സംസാരിച്ച രാഹുൽ ഈശ്വർ പിന്നീട് തർക്കവിഷയമായിട്ടുള്ള ലവ് ജിഹാദ് ടേപ്പുകൾ അത് പുറത്തുവിട്ടു. അതായത് മതം മാറാനുള്ള തന്റെ അവകാശത്തെക്കുറിച്ച് ഹാദിയ മാതാപിതാക്കളുമായിട്ട് വാദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഹാദിയ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം ചെയ്തത് എന്ന നിലപാട് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരുന്നു. എന്നാൽ തന്ത്രി കുടുംബാംഗം എന്ന നിലയിൽ വിശ്വസിച്ചാണ് സംസാരിക്കാൻ അനുവദിച്ചത് എന്നും രാഹുൽ ഈശ്വർ തീവ്രവാദ സംഘടനകളുടെ ഉപകരണമായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് അന്ന് ഈ ഹാദിയയുടെ പിതാവ്, അതായത് ഈ അഖില അശോകന്റെ പിതാവ്, ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയും ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വർ വിവാദങ്ങളിൽ തോഴനായി മാറുന്നുണ്ടായിരുന്നു. 2015 ദാദ്രി ലിഞ്ചിങ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ വിവിധ കോളേജുകൾ സംഘടിപ്പിച്ച ബി ഫെസ്റ്റിവൽ, ആ ബി ഫെസ്റ്റിവലിന് പിന്തുണ നൽകാൻ രാഹുൽ ഈശ്വർ വിസമ്മതിച്ചിരുന്നു അന്ന്. അപ്പോൾ ഇതേ തുടർന്ന് അന്ന് കായംകുളത്തെ മിലദി ഷെരീഫ് മെമ്മോറിയൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞ് കാറിന് കേടുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രാഹുലിന്റെ പരാതിയിൽ 25 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അങ്ങനെയും അദ്ദേഹം ഇതുപോലത്തെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് ആക്ഷേപം ഉന്നയിച്ച നടിക്കെതിരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയെന്ന പരാതിയും കേസുമായിരുന്നു എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നടി മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ നൽകിയ പരാതിയിലായിരുന്നു അന്ന് കേസെടുത്തിരുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി തനിക്കെതിരായിട്ട് അപകീർത്തികരമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു എന്നായിരുന്നു പരാതി. മുമ്പ് ബോച്ചയ്ക്കെതിരെ പരാതി നൽകിയ മറ്റൊരു നടിക്കെതിരെയും ഈ പറയുന്ന പോലെ രാഹുൽ അധിക്ഷേപ വാക്കുകൾ ചൊല്ലുന്നതായിട്ടുള്ള പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ആ കേസിലും ബോച്ചെ അറസ്റ്റിലാവുകയും
ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പല പരിപാടികളിലും രാഹുൽ ഈശ്വർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ പുരുഷ ആക്ടിവിസ്റ്റായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പുരുഷ കമ്മീഷൻ വേണമെന്ന് വാദിച്ചുകൊണ്ട് എത്താറുണ്ട്. ഈ KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മുമ്പ് അറസ്റ്റിലായിട്ടുള്ള സവാദിനെ പിന്തുണച്ചുകൊണ്ട് എത്തിയ രാഹുലിന് പ്രതി വീണ്ടും അറസ്റ്റിലായതോടുകൂടി പണി കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ പരാതിക്കാരിയെ പിന്തുണച്ച് രാഹുൽ മലക്കം പറയുകയും ചെയ്തിരുന്നു. അന്ന് പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും പിന്തുണയ്ക്കുന്നതല്ല പുരുഷ ആക്ടിവിസം എന്നും പരാതിക്കാരിയെ വിളിച്ച് സംസാരിച്ചു എന്ന് നോക്കി അന്ന് രാഹുൽ പറഞ്ഞ് മലക്കം പറഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളിലും പുള്ളി ഇടപെടാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായപ്പോഴും ഇതാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതെന്നാണ് രാഹുൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണ് എന്നും യുവതിയുടെ ഫോട്ടോ എവിടെയും ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യായവാദങ്ങൾ നിരത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഈ അതിജീവിതയെ അപമാനിച്ചതിന് റിമാൻഡിലായപ്പോഴും രാഹുൽ ആവർത്തിച്ച് പറഞ്ഞത് ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്നാണ്. റിമാൻഡിലാകുമ്പോൾ മെൻസ് കമ്മീഷൻ എന്ന് എഴുതിയ ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ കോടതിയിൽ എത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ പറയാനൊരു 100 കാര്യങ്ങൾ രാഹുൽ ഈശ്വറിനെ കുറിച്ച് കൊണ്ട്, നല്ലതും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചീത്തയായിട്ടും തോന്നുന്ന ഒട്ടനവധി കാര്യങ്ങൾ. ചിലർക്കത് പ്രകോപനപരമായേക്കാം, ചിലർക്കത് പ്രശംസകളുമാകാം. പക്ഷെ എന്തായാലും രാഹുൽ ഇടപെടാത്ത കേസുകൾ വിരളമാണ്. അത്തരത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ അദ്ദേഹത്തെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മേഖലകളിൽ ശ്രദ്ധേയനാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന പോലെ ഒരു ഗാന്ധിയൻ സെൻട്രൽ റൈറ്റ്, പ്രോ ഹിന്ദു, പ്രോ ക്രിസ്ത്യൻ, പ്രോ മുസ്ലിം, പ്രോ ഇന്ത്യ, അഭിമാനമുള്ള ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാചക കസരത്തുകൾ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നടത്തുന്നത്, ചാനൽ ചർച്ചകൾ നടത്തുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് അദ്ദേഹം ഇടപെടലുകൾ നടത്താറുണ്ട്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തെറ്റായി പോകാറുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാരണം തന്നെ പലതും പരാജയപ്പെട്ടും പോകാറുണ്ട്. ഒന്നിലും അങ്ങോട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന തരത്തിലല്ല അദ്ദേഹം ഇടപെടുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണവും ഇടപെടലും മാത്രമാണ് ചിലപ്പോൾ പലർക്കും ശരിയെന്ന് തോന്നുന്നു. കാരണം ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിന് കീഴിൽ പുരുഷ മേധാവിത്വത്തിന് എതിരെയല്ല, പുരുഷനും വേണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു തുണ വേണം. അതുപോലെ തന്നെ അവന്റെ നിലനിൽപ്പും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ പോലും പുരുഷന്മാരെ സമീപിക്കുമ്പോൾ അവർക്കൊരു കമ്മീഷൻ വേണം, പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയപ്പെടുന്ന തരത്തിലും പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്നതിനും അത്തരത്തിലൊരു സംവിധാനം കൂടെ അവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന രാഹുൽ ഈശ്വറിന്റെ ഈ ന്യായവാദവും സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിനുള്ളിൽ ചേർന്നതാണോ എന്നും ഇതിവിടെ അത്യാവശ്യമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഥവാ ഇത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഇതിനോടൊപ്പം ചേരുന്നുണ്ടോ? സത്യത്തിൽ ഇത് ആവശ്യമുള്ളത് തന്നെയാണ്, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നവർ എത്രയുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. എന്തായാലും പലപ്പോഴും വിവാദങ്ങളുടെ തോഴനായി തീരുന്ന രാഹുൽ ഈശ്വർ വീണ്ടും അടുത്ത വിവാദങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഈ 14 ദിവസത്തെ റിമാൻഡിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും.